ഹായ് ഫ്രണ്ട്സ്, SF ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിവിടെ നുറുക്ക് ഗോതമ്പിൻ്റെ പായസത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇത് നുറുക്ക് ഗോതമ്പാണെന്ന് പറയുകയില്ല, അടിപൊളി ടേസ്റ്റാണ്. ഇതിനായിട്ട് നുറുക്ക് ഗോതമ്പാണ് ആവശ്യം. അപ്പോൾ നുറുക്ക് ഗോതമ്പ് ഞാനിവിടെ 60 ml കപ്പിൽ 2 കപ്പ് എടുക്കുന്നുണ്ട്, അതായത് 1 കപ്പാണ്. ഇതൊന്ന് കുതിർക്കാൻ വെക്കണം. ഈ നുറുക്ക് ഗോതമ്പ് കഴുകി വൃത്തിയാക്കി ഉണക്കി വെച്ചിട്ടുള്ളതാണ്. നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് കഴുകിയിട്ട് ഇതുപോലെ ഒന്ന് കുതിർക്കാൻ വെച്ചാൽ മതി. വെള്ളത്തിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. ഈ വെള്ളം തന്നെയാണ് ഇതിലൊഴിക്കുന്ന അതേ വെള്ളം തന്നെയാണ് വേവിക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതിന് ഇത്തിരി വെള്ളം മീതെ നിന്നാലും കുഴപ്പമില്ല. വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ കുതിർക്കാൻ വെച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ 2ാം തവണയാണ് ഉണ്ടാക്കുന്നത്. ആദ്യത്തെ തവണ ഉണ്ടാക്കിയപ്പോൾ തന്നെ വീട്ടുകാർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിൽ എത്തിക്കുന്നത്. ഇതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് തേങ്ങാപ്പാലാണ്. അതിന് വേണ്ടിയിട്ട് സെയിം മെഷർമെൻറ്റ് കപ്പ് തന്നെയാണ് 3 കപ്പ് എടുക്കുന്നുണ്ട്. ഞാൻ ആദ്യത്തെ പാലും 2ാമത്തെ പാലുമാണ് എടുത്തിട്ടുള്ളത്. തേങ്ങാപ്പാൽ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് തന്നെ ഇത് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ കുക്കറിലിട്ടൊന്ന് വേവിക്കണം. ഒരു 5-6 വിസിലിട്ട് വേവിച്ചാൽ മതിയാകും. ഇത് വേവിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളം കുറഞ്ഞു പോകരുത്. വെള്ളം കുറഞ്ഞാൽ ഗോതമ്പായതുകൊണ്ട് തന്നെ ഇത് കട്ടിയായി പോവും. അതുകൊണ്ട് അതും കൂടി ഒന്ന് ശ്രദ്ധിച്ച് വേണം വേവിക്കാൻ. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഈ ഒരു അളവിലാണ് വെള്ളം വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ നോക്കി വെള്ളം വെച്ചാൽ മതി. വെള്ളം വെക്കുന്നതിന് ഞാൻ കണക്ക് പറയുന്നില്ല. അപ്പോൾ അതൊന്ന് വെന്ത് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കാം. സെയിം മെഷർമെൻറ്റ് കപ്പ് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ 2 കപ്പ് ശർക്കര എടുക്കുന്നുണ്ട്. മധുരമാണ്. മധുരം നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കാം, കൂട്ടിയും കുറച്ചും എടുക്കാം. പായസമായതുകൊണ്ട് അത്യാവശ്യം മധുരം വേണം. ഇതൊന്ന് റെഡിയായി എടുക്കാം. ഇതിൻ്റെ പതയൊക്കെ ഒന്ന് മാറി വരണം. അത് റെഡിയായി അരിച്ച് മാറ്റിയിട്ടുണ്ട്. ആ സമയം കൊണ്ട് തന്നെ നമുക്കിതാ ഗോതമ്പ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒഴിച്ച ആ വെള്ളം കണക്കായിരുന്നു. ഇനി നമുക്ക് 2ാമത്തെ പാലൊഴിച്ചൊന്ന് ഇതിനെ ഒന്നും കൂടി തിളപ്പിച്ചെടുക്കാം. ആ തേങ്ങാപ്പാലിലും ഗോതമ്പൊന്ന് വെന്ത് വരട്ടെ. വേവിച്ച ഗോതമ്പായതുകൊണ്ട് കുഴപ്പമില്ല, ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കാം. മാറ്റി വെച്ചിട്ടുള്ള ശർക്കര ഒഴിച്ചൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഇളക്കിയിട്ട് അതും ഒന്ന് തിളച്ച് വരട്ടെ. അത് കഴിഞ്ഞ് 2ാം പാല് ഒഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് ആദ്യത്തെ പാലൊഴിച്ച് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ട് തിളയ്ക്കുകയൊന്നും വേണ്ട, അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. ആദ്യത്തെ പാല് ഒഴിച്ചിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. 2ാമത്തെ പാൽ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അധികം തിളയ്ക്കരുത്, ഇരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് കാഷ്യൂ നട്ട്സും കിസ്മിസും കൂടെ നെയ്യിൽ വറുത്തൊഴിക്കാം. എൻ്റെ കയ്യിൽ നട്ട്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് മാത്രമേ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നുള്ളൂ. അങ്ങനെ കുറച്ച് ഏലക്കയും ചേർത്ത് പായസം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിലുള്ള എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. കുട്ടികൾക്കായാലും വലിയവർക്കായാലും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഫ്രണ്ട്സ്. കൂട്ടത്തിൽ തന്നെ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.
നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്താലേ എനിക്ക് കൂടുതൽ വീഡിയോസൊക്കെ ഇടാനുള്ള പ്രചോദനം കിട്ടുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.